ഇപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതൊക്കെ വെച്ച് അങ്ങനെ ഇപ്പോൾ ഈ ലത്തീഫിന്റെ വീട്ടിൽ നമ്മൾ കണ്ടത് ഒരാൾ സോഫയിൽ ഇരിക്കുകയായിരുന്നു, മറ്റേയാൾ അടുക്കളയിൽ വീണ് കിടക്കുകയായിരുന്നു എന്ന് പറയുന്നു. അതായത് പിറകിൽ നിന്ന് അടിച്ചതാകാനാണ് വഴി. അങ്ങനെ ഇരിക്കുന്നു, ഒരു മൽപ്പിടുത്തമൊന്നും ഇല്ലാതെ, ഒരു മുൻ സൈനികൻ എന്ന നിലയ്ക്ക് ഒരു മൽപ്പിടുത്തത്തിനൊന്നും പോകാതെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിറകിൽ നിന്ന് അടിച്ചതായിരിക്കണം. പക്ഷേ അഫാന്റെ വീട്ടിൽ വെച്ച് സംഭവിച്ചിട്ടുള്ളത് വളരെ ക്രൂരമായി തന്നെ അവരെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പകയോടെ ആക്രമിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ, അവരൊക്കെ വല്ലാത്ത ഞെട്ടലിൽ കൂടിയായിരിക്കും. ഇങ്ങനെ ഒരു കൊലപാതകം നമുക്ക് പോലും കേട്ടുകേൾവിയില്ലാത്തതാണ്. അപ്പോഴാണ് ഒരു നാട്ടിൻ പുറം പോലെയുള്ളൊരു പ്രദേശത്തൊക്കെ എന്താണ് അവിടെയൊക്കെ ആളുകൾ പറയുന്നത്? ശ്രീജ, വലിയ ഞെട്ടലിൽ തന്നെയാണ്. കാരണം നമ്മൾ ഓരോരുത്തരുടെ പ്രതികരണം തേടുമ്പോഴും അവർക്ക് ഈ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. കാരണം ഈ വീട്ടിൽ ഒരു കൊലപാതകം നടക്കുമെന്ന് അവർ ചിന്തിക്കുന്ന പോലുമില്ല. ഇവർ വർഷങ്ങളായി ഇവിടെ കഴിയുന്ന ദമ്പതികളാണ്. ഇവർക്ക് 2 പെൺമക്കളാണ്. ആ 2 പെൺമക്കളെയും വിവാഹം ചെയ്ത് അയക്കുകയും അവർ മറ്റിടങ്ങളിൽ കഴിയുകയും ചെയ്യുന്നു. ഈ മറ്റ് നാട്ടുകാരുമായൊക്കെ നല്ല സഹകരണത്തിൽ പോകുന്ന ഒരു കുടുംബമാണ്. മാത്രമല്ല ഇവിടുത്തെ സാജിദ, കൊല്ലപ്പെട്ട സാജിദ, അദ്ദേഹത്തിന്റെ ഭാര്യ അബ്ദുൾ ലത്തീഫിന്റെ ഭാര്യയാണ്. അവരെക്കുറിച്ചൊക്കെ നാട്ടുകാർ പറയുന്നത് വളരെ സാധുവായ ഒരു സ്ത്രീയാണ്, വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഇവിടെ വലിയ ചെറുത്തുനിൽപ്പ് പോലും ഉണ്ടാകാതെ പോയത് ഒരു ബന്ധുവായ യുവാവ്, 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തങ്ങളെ കൊല്ലും എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അതാണ് അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പിനോ വലിയ മൽപ്പിടുത്തത്തിനോ ബലപ്രയോഗത്തിലോ പോകാത്തത്. മാത്രമല്ല ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്ദുൾ ലത്തീഫിനെ ആദ്യം കൊലപ്പെടുത്തി എന്ന് തന്നെയാണ്. കാരണം സോഫയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. അതായത് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ആക്രമിച്ചു. അത് രണ്ടും ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് തന്നെയാണ് ഈ കൊലപാതകങ്ങളെന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റിടങ്ങളിലും ഈ ചുറ്റിക കൊണ്ടാണ് അടിച്ചത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ സോഫയിൽ ഇരിക്കുന്ന സമയത്തായിരിക്കണം അദ്ദേഹത്തെ ആക്രമിച്ചത്. രണ്ടാമത് ഈ സ്ത്രീയെ ലക്ഷ്യം വെക്കുന്നു. അങ്ങനെയെങ്കിൽ വലിയ മൽപ്പിടുത്തമോ ബലപ്രയോഗമോ വേണ്ടിവരില്ല. കാരണം ആദ്യം ആ വീട്ടിലെ പുരുഷനെ കൊല്ലുകയും പിന്നീട് സ്ത്രീയെ കൊലപ്പെടുത്തുകയും ചെയ്യുക. അവിടെയാണ് എന്തിന് ഈ ദേഷ്യം അല്ലെങ്കിൽ ഈ വൈരാഗ്യം അച്ഛന്റെ മൂത്ത ജ്യേഷ്ഠനോടുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉയരുന്നത്. അദ്ദേഹം സൈനികനായിരുന്നു. ഒരുപക്ഷെ അനുജന്റെ മകനെയൊക്കെ ശാസിക്കുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഉപദേശിക്കുന്ന കാര്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം, അങ്ങനെയുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. ഈ സ്വത്തുമായി ബന്ധപ്പെട്ട് ചില തർക്കമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഒരു സ്വത്തിന്റെ ഭാഗം ആവശ്യപ്പെട്ടു എന്ന തരത്തിലൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങളാണ്. അഫാന്റെ പിതാവുമായി പോലീസ് ബന്ധപ്പെട്ടു. സൗദിയിൽ തനിക്ക് ചില സാമ്പത്തിക ബാധ്യതകളുണ്ട്, അതിനപ്പുറത്തേക്ക് നാട്ടിൽ ബാധ്യതകൾ ഒന്നുമില്ല എന്ന കാര്യമാണ് അദ്ദേഹം പോലീസിന് കൈമാറിയിട്ടുള്ള വിവരം. അഫാന് സ്വന്തം നിലയിൽ ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പലരിൽ നിന്ന് കടം വാങ്ങി എന്ന് പറയുന്നു. ചെറിയ കാലമാണ് വിദേശത്ത് ഉണ്ടായിരുന്നത്. ഇവിടെയും ചെറിയ സമയത്തേക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തൊഴിച്ചാൽ മറ്റ് ജോലിക്കൊന്നും തന്നെ പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിൽ നിന്ന് പണം കടം വാങ്ങി ജീവിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അവിടെയാണ് ഈ അമ്മുമ്മയുടെ മാല കവർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത്തരത്തിലുള്ള സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. നേരത്തെ തന്നെ അച്ഛന്റെ മാതാവിനോട് ഈ സ്വർണം ആവശ്യപ്പെടുകയും അവർ അത് നൽകാതിരിക്കുകയും ചെയ്തു. തുടരെ അത് ആവശ്യപ്പെട്ടെങ്കിലും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ ഈ വൈരാഗ്യമെല്ലാം തന്നെ 23-കാരനെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിലേക്ക് പ്രേരിപ്പിച്ചോ എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം ഈ പോലീസ് വരുമ്പോഴാണ് ഈ കൊലപാതകം നടന്നു എന്ന കാര്യം പോലും അറിയുന്നത്. ഒരുപക്ഷെ പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ, വെഞ്ഞാറമൂട് പോലീസിന് മുന്നിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നതുപോലും പുറത്തു വരുന്ന ഒരു നില, അത് വൈകുമായിരുന്നു, അതിൽ കാലതാമസമുണ്ടായിരുന്നു, ഇത് കണ്ടെത്തുന്നതിന് തന്നെ കാലതാമസമുണ്ടാകുമായിരുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുകയാണ്. നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ഒരു അവസ്ഥ പറഞ്ഞു പോവുകയാണ്. ഒരുപക്ഷെ ശ്രീജ പറഞ്ഞതുപോലെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വിവരം എത്തിക്കുമ്പോൾ അതിന്റെ ഒരു ഗൗരവ സ്വഭാവത്തിൽ തന്നെ നമ്മൾ എത്തിക്കുന്നു. പക്ഷെ അത് പറയുന്നതിന് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഈ മൃതദേഹം കണ്ടതിനെ കുറിച്ച് ആളുകൾ പറയുന്നത് സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അബ്ദുൾ ലത്തീഫിന്റെ മൃതദേഹം എന്ന കാര്യമാണ്. അതായത് അദ്ദേഹത്തിന്റെ കഴുത്ത് ഒരു വശത്തേക്ക് ചാഞ്ഞ നിലയിലായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടയിൽ ആക്രമണം ഉണ്ടായി. അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ്
ഉണ്ടായത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോഫയിൽ അദ്ദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു. ആ മരണപ്പെട്ട അവസ്ഥയിൽ തന്നെ അദ്ദേഹം അവിടെ ഇരുന്നു. വലിയ തരത്തിലുള്ള ആഘാതം തലയ്ക്ക് ഉണ്ടായി. അങ്ങനെ വലിയ ഒരു അടി തലക്കേൽക്കുകയും ആ നിലയിൽ അദ്ദേഹം അവിടെ ആ സോഫയിൽ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് മൃതദേഹം കാണപ്പെട്ടതും. ഭാര്യയാകട്ടെ സാജിദ അവരാകട്ടെ അടുക്കളയിൽ കിടക്കുന്ന നിലയിലായിരുന്നു. ഒരുപക്ഷെ അനുജന്റെ മകൻ വരുമ്പോൾ ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയതാണ് എന്ന ഒരു നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞ് അടുക്കളയിലെത്തി രണ്ടാമത്തെ കൊലപാതകം കൂടി നടത്തി എന്ന് കണക്കാക്കുന്നു. മറ്റൊരു കാര്യം, ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ഒരു ആരോഗ്യസ്ഥിതിയാണ്. അതെല്ലാം തന്നെ പ്രതിയുടെ ഒരു ആരോഗ്യസ്ഥിതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരെല്ലാം തന്നെ കൂടുതൽ ദുർബലരാണ്. കാരണം അമ്മുമ്മ വയസ്സായ ആളാണ്, അച്ഛന്റെ ജ്യേഷ്ഠൻ പ്രായമുള്ള ആളാണ്, അദ്ദേഹം റിട്ടയർഡായ ആളാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പ്രായമുണ്ട്. വീട്ടിൽ ആക്രമിക്കപ്പെട്ടത് അമ്മയും സുഹൃത്തുമാണ്. അവർ രണ്ടുപേർ ഈ സ്ത്രീകളാണ്. ആരോഗ്യപരമായി പ്രതിയേക്കാൾ ആരോഗ്യം കുറഞ്ഞ ആളുകളാണ്. മറ്റൊന്ന് കൊല്ലപ്പെട്ടത് അനുജനാണ്. 14 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണ് പിന്നെ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഈ ഇരകളെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കായികമായി തന്നെ നേരിടാൻ കഴിയുന്ന ആളുകളെയോ അല്ലെങ്കിൽ ആ തരത്തിൽ ഏറ്റുമുട്ടലിന് സാധ്യതയുള്ള ആളുകളെയോ അല്ല പ്രതി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ദുർബലരെ തിരഞ്ഞെടുത്ത് കൊലപ്പെടുത്തി എന്നൊരു കാര്യം കൂടി ഇതിനകത്ത് കാണണം. അപ്പോൾ അതിൽ വൈരാഗ്യം ഉണ്ട്. തനിക്ക് കൊലപ്പെടുത്തണം എന്ന കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു. ഒരു ഏറ്റുമുട്ടൽ പോലും ഉണ്ടാകാതെ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിൽ, ആളുകളെ കൊല്ലാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ആസൂത്രണം ചെയ്തത്. രാവിലെ ഒരു 10 മണി മുതൽ, കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയമാണ്. ഇതിനിടയിൽ ഈ പ്രതി സഞ്ചരിച്ചത് ഏതാണ്ട് 25 കിലോമീറ്ററിലധികമാണ്. ബൈക്കിലായിരുന്നു സഞ്ചാരം. ഈ വീട്ടിൽ വന്ന് കൊലപാതകം നടത്തിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന വസ്ത്രം മാറി, ഷർട്ട് മാറി ധരിച്ചു തിരികെ വീട്ടിലേക്ക് പോയാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ എണ്ണം തന്നെ 6 പേരെ കൊലപ്പെടുത്തി എന്നാണ് പോലീസ് സ്റ്റേഷനിൽ പറയുന്നത്. അവിടെ ഒരു കണക്കുകൂട്ടൽ പിഴച്ചത്. അമ്മ മരണപ്പെട്ടില്ല, അവർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അമ്മയുടെ മൊഴി ഈ കേസിൽ നിർണായകമാണ്. അർബുദ രോഗ ബാധിതയാണ് അമ്മ. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്. അമ്മയെ കൊലപ്പെടുത്തി സ്വയം ജീവൻ ഒടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഈ യുവാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന ഒരു കരുതലുണ്ട്. ഏതായിരുന്നാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ മൊഴി ലഭിക്കേണ്ടതുണ്ട്. ഇതിൽ പ്രതിയും ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലാണ്, പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മജിസ്ട്രേറ്റിനോട് പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനമായും ഉള്ളത് ഈ സാമ്പത്തിക പ്രശ്നമാണ്. പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അമ്മയ്ക്ക് അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വിവാഹത്തിലേക്ക് പോകുന്നത് കുടുംബത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും